നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അതിന് അടിമയാകുകയാണ്. എന്നാൽ വേദപുസ്തകം പറയുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത്. യേശു പരസ്യമായി വിളിച്ചു പറഞ്ഞു, എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. ദൈവത്തിന്റെ ആത്മാവില്ലാത്ത ആരും ദൈവത്തിലുള്ളവനല്ല എന്ന് വേദപുസ്തകം അനുശാസിക്കുമ്പോൾ, പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു എന്ന് വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും പറയുന്നു. പാപം ഒരവസരവാദിയാണ്. നിന്നെയും നിന്റെ കുടുംബത്തെയും ആത്മഹത്യക്കൊരുക്കുന്ന, മദ്യപാനത്തിനൊരുക്കുന്ന, നാശത്തിന്റെ വഴിയിലേക്ക് ഒരുക്കുന്ന ഈ പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഉപദേശിക്കുന്നു. ചാരയും ദൂരെയും എന്നെ കേൾക്കുന്ന ജീവിതമേ, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അനേക ഇരകൾ ഈ കമ്പക്കുളത്തിന്റെ ഈ 70 ചുരയുടെ പല ഭാഗങ്ങളിലായി മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും മദ്യപാനത്തിന് അടിമയായി നശിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തുകൊണ്ട് അവരുടെ ജീവനെ ഒടുക്കുമ്പോൾ ചാരയും ദൂരെയും നിന്ന് കേൾക്കുന്ന വ്യക്തിജീവിതങ്ങളോട് ദൈവം നിങ്ങളെ മാടി വിളിക്കുകയാണ്. ന്യായവിധി ദൈവത്തിന്റെ വചനം അനുസരിക്കാത്തവർക്ക്, പുത്രനെ ക്രിസ്തുവിനെ കൈക്കൊള്ളാത്തവർക്ക് ന്യായവിധി എന്റെ ദൈവം സ്വർഗത്തിൽ നിന്ന് അയക്കുന്നു. ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, എലിപ്പനി, ഇതിലൊന്നും മരുന്ന് കണ്ടുപിടിച്ചിട്ട് അവന്റെ ന്യായവിധിയാണ്. ഇതിൽ നിന്നൊരു മോചനം നിനക്ക് ആവശ്യമെങ്കിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ നിന്നോട് ആഹ്വാനം ചെയ്യുകയാണ്. ഏക ദൈവത്തിൽ വിശ്വസിക്കുക, മധ്യസ്ഥനായ ക്രിസ്തുവിൽ വിശ്വസിക്കുക. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകുവാൻ, ദൈവ പൈതലാകുവാൻ ദൈവം അവിടുന്ന് ആഹ്വാനം ചെയ്യുന്നു. ഈ പകൽക്കാലം ചാരയും ദൂരെ Praise the Lord. Hallelujah. Praise the Lord. ഈ ബോട്ടൂടെ പിടിച്ചോ, വെള്ളം കൂടെ നമ്മുടെ കുട്ടനാട്ടുകാർക്ക് ഇങ്ങനെ ഓരോന്നും മതി. എന്തിനാ ഭക്തവും പേര്
ആരോഗ്യവും സുഖവും ഭോഗവും മാനവും അഭിമാനവുമെല്ലാം ദൈവത്തിനു വേണ്ടി സമ്പൂർണ്ണമാവണ്ണം സമർപ്പിച്ച ഒരു വൈദിക പ്രമുഖനാണെങ്കിൽ അത് എത്രത്തോളം അനുഗ്രഹമായിരിക്കും. ദൈവത്തിന്റെ പാദപീഠത്തിങ്കൽ സെമിനാരികളിലെ പഠനങ്ങളും പള്ളിമുറികളിൽ അന്തിയുറങ്ങിയും തിരുവചന പഠനത്തിന് വേണ്ടി പകലുകളും രാത്രികൾ പ്രാർത്ഥനകളും വ്രതവും മാത്രമായി നോറ്റിരുന്ന കത്തോലിക്ക സഭയുടെ ഏറ്റവും ഉന്നതമായ നിലവാരത്തോളം ഉയർന്നെത്തിയ അൾത്താരകളിൽ സർവശക്തന്റെ മുമ്പിൽ മുഴങ്കാലുമടക്കിയ ഒരു അഭിവന്യ കർത്തൃദാസൻ, പരിശുദ്ധാത്മാവ് തന്റെ ഹൃദയാന്തരാത്മാവിൽ തിരുവചനത്തിന്റെ സത്യങ്ങൾ മുഴങ്ങിയപ്പോൾ വൈദിക ശുശ്രൂഷകളെക്കാളുപരി പഠനമുറികളിൽ മണിക്കൂറുകൾ ചിലവഴിച്ച് തനിക്കുണ്ടായ ദർശനവുമായി വചനങ്ങളുമായി കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ കേരളത്തിൽ, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഊടും പാവും നെയ്തുകൊണ്ട് തിരുവചന പ്രഘോഷണത്തിനായി നടകൊള്ളുന്ന ആദരണീയനായ ഒരു ദൈവമനുഷ്യൻ നൂറുകണക്കിന് ആളുകളെ കർത്താവിലേക്ക് നയിച്ചു. ആത്മായ പ്രമുഖരെ, കന്യാസ്ത്രീകളെ പലരെയും കർത്താവിലേക്ക് തിരിച്ച് ഈ തലമുറയിൽ ദൈവം ഉപയോഗിക്കുന്ന റവറന്റ് ഫാദർ ജസ്റ്റിൻ നമ്മോട് തന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ, തിരുവചനങ്ങൾ പങ്കുവെക്കും. അവ നമുക്ക് അനുഗ്രഹമായി തീരുവാൻ ഇടണിയാന്ന് ലോകത്തെ ശാസിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, പൂർണ്ണ സൗഖ്യം നീ കൊടുത്തു. ഹല്ലേലൂയ, യെസ് ലോർഡ്, ഹല്ലേലൂയ, വിടുവിച്ചതായി